ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയ ഇറ്ററേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനെയാണ്. ഇറ്ററേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. Okay, there are three statements. ഈ കാറ്റഗറിയിലെ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്നാമത്തത് വൈല്, രണ്ടാമത്തത് ഡു വൈല്, മൂന്നാമത്തത് ഫോർ. There are 3 statements in this category: while statement, do while statement and for statement. They are known as iteration or looping statement. It is used for repeating a set of statements. ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, a number of times. നമ്മൾ പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആവർത്തിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇറ്ററേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. നമുക്കിതിലേക്ക് ഒരു എക്സാമ്പിളിലൂടെ കടന്നു വരാം. എങ്ങനെയാണ് എത്തരത്തിലുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ കടന്നു വരാം. നമ്മൾ ഈഫിന്റെ പോലെ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഞാനിവിടെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പം പ്രോഗ്രാം കാണുന്നുണ്ടാവും. ഞാനത് ഒഴിവാക്കണം. ഇത് കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോഗ്രാമിന്റെ ബാക്കിയാണ്, അത്രയും നമുക്ക് ആവശ്യമില്ല. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ പർപ്പസ് C++ എന്ന് 10 തവണ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യലാണ്. അപ്പൊ നമുക്കറിയാം C എന്ന് ഒരിക്കൽ നമ്മൾ കൊടുത്താൽ, ഒരു പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഇതിനെ സേവ് ചെയ്ത് കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഒരു തവണ C++ എന്ന് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഒരു മിനിറ്റ്, ഇത് സേവ് ചെയ്തില്ലേ, കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്തില്ല, ബിൽഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ഒരു തവണ C++ എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഇനി 2 തവണ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഈ കമാൻഡ് 2 പ്രാവശ്യം കൊടുത്താൽ മതി. C സെമിക്കോളൻ എന്ന് 2 പ്രാവശ്യം കൊടുത്താൽ ദിസ് വിൽ റിപ്പീറ്റ് 2 ടൈംസ്. ഞാൻ സേവ് ചെയ്ത് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണം. ദിസ് ടൈം C++ 2 പ്രാവശ്യം ഡിസ്പ്ലേ ചെയ്തു, പക്ഷെ രണ്ടും ഒരേ വരിയിൽ തന്നെയാണ്. അത് താഴത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളിവിടെ ഒരു \n യൂസ് ചെയ്താൽ മതി. ഓക്കെ, \n ഉപയോഗിച്ചാൽ അത് അടുത്ത വരിയിലേക്ക് വരും. നമ്മൾ വീണ്ടും കമ്പൈൽ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. C++ കൊടുത്തു, 2 വരിയിലായിട്ട് C++ വന്നു. ഇനി എന്റെ ഒരു ആവശ്യം, ഇതിപ്പോ 2 തവണ ഞാൻ കാണിച്ച ഒരു 10 തവണ സ്ക്രീനിൽ ഇതേപോലെ C++ ഡിസ്പ്ലേ ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം, ഇത് ഒരു തവണ ചെയ്ത ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, 10 തവണ ആക്കുക. ഇപ്പൊ 5 എണ്ണായി, 6, 7, 8, 9, 10. നല്ല പാടാ, അതൊക്കെ എണ്ണിയൊക്കെ തിട്ടപ്പെടുത്തണം. നമ്മള് 10 എണ്ണായി, 15 എണ്ണായി എന്നൊക്കെ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തണം. സേവ് ചെയ്തു, ഞാനിതിനെ പിന്നെ കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, ശേഷം അതിനെ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തു, സ്ക്രീനിൽ 10 തവണ C++ എന്ന് ഡിസ്പ്ലേ ചെയ്തു. നമ്മൾ ആ കമാൻഡ് 10 തവണ കൊടുക്കുകയാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, നൗ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ 10-ന് പകരം ഒരു 100 പ്രാവശ്യം വിചാരിക്കാം. അതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കമാൻഡ് 100 തവണ നമ്മൾ എൻ്റർ ചെയ്യേണ്ടി വരും. 100 തവണ എൻ്റർ ചെയ്യുന്നതുകൊണ്ടല്ല, പ്രോഗ്രാമിന്റെ ലെങ്ത് അത്രയും പോവും. മാത്രമല്ല 100 ആയോ എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തണം. പ്രോഗ്രാം ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കണം. അതിന് പകരം we will think of a new way, that is give this statement only once in the program. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ പ്രോഗ്രാമിൽ ഒരു തവണ മാത്രം കൊടുക്കുക. and ask the computer to repeat it 100 times. ഇതിനെ 100 തവണ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിനോട് ആവശ്യപ്പെടാം. ചില മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലൊക്കെ റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ കമാൻഡ് ഉണ്ട്. റിപ്പീറ്റ് 10 ടൈംസ് എന്നൊക്കെ ഒന്ന് കൊടുത്താൽ കിട്ടുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ദർ ഈസ് നോ സച്ച് കമാൻഡ് ഇൻ C++. അങ്ങനത്തെ ഒരു കമാൻഡ് C++ ഇല്ല. പകരം നമ്മളിത് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെ നോക്കാം. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 3 തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് വൈല്, ഒന്ന് ഡു വൈല്, ഒന്ന് ഫോർ. ഓക്കെ, അപ്പൊ എനിക്കിപ്പോ ഇത് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു വൈലിനകത്താക്കുക. ഈ ഒരു കമാൻഡിന് ഒരു വൈലിനകത്ത് കൊണ്ടുവന്നാൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. വൈൽ ഈസ് എ കമാൻഡ് യൂസ്ഡ് ഫോർ റിപ്പീറ്റിംഗ് എ ജോബ്. ഇപ്പൊ C n എന്നുള്ളത് \n എന്നുള്ളത് ഒരു വൈലിനകത്ത് കൊണ്ടുവന്നാൽ എനിക്കതിനെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതല്ലെങ്കിൽ മറ്റൊരു മാർഗം, എനിക്കിതിനെ ഒരു ഡു വൈലിനകത്ത് കൊണ്ടുവരാം. ഞാനിപ്പോ ഇത് കോപ്പി ചെയ്തൊന്ന് കാണിക്കട്ടോ, വേറെ സെപ്പറേറ്റ് കാണിക്കാം.
ഒരു ഡു വൈലിനകത്ത് എനിക്ക് വേണമെങ്കിൽ ഇതിനെ കൊണ്ടുവരാം. ഡു വൈൽ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ കൊടുക്കുക. ഡൂവിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, സോറി, ഡൂവിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, കീവേഡ് വൈലിൽ അവസാനിപ്പിക്കുന്നു. ഓക്കെ, വൈലിൽ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഇതും അല്ലെങ്കിൽ എനിക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമാൻഡിനെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഫോർ എന്ന് പറയുന്ന കമാൻഡിനുള്ളിലാക്കാൻ പറ്റും. ഫോർ. ഇങ്ങനെ എനിക്ക് 3 ഓപ്ഷൻസ് ആണുള്ളത്. 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ വൈൽ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇതാണ് വൈൽ എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, ഡു എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് എനിക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഫോർ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഏതോ ആയിക്കോട്ടെ, റിപ്പീറ്റ് ചെയ്യാനുള്ള കമാൻഡ് ഏതോ ആയിക്കോട്ടെ, നമുക്ക് ഏത് യൂസ് ചെയ്യാം. ഫോർ ഉപയോഗിക്കാം, വൈൽ ഉപയോഗിക്കാം, ഡു ഉപയോഗിക്കാം, ഡു വൈൽ ഉപയോഗിക്കാം, വൈലും ഫോറും ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. നമ്മൾ വൈലിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഡു വൈലൊക്കെ പിന്നീട് പഠിക്കാം. വൈൽ കമാൻഡിലേക്ക് തന്നെ വരികയാണ്. ഈ വൈൽ കമാൻഡ് ഇങ്ങനെയാണ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ചില അപാകതകളുണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ആവശ്യം 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യലാണ് അല്ലെ. നമ്മൾ പതാണല്ലോ നമ്മുടെ എയിം അതായിരുന്നു. 10 പ്രാവശ്യം സി പ്ലസ് എസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, സി ഔട്ട് ഡബിൾ എസ് സി പ്ലസ് എസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യലാണ്. പക്ഷെ എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ മനസ്സിലാക്കുക 10 പ്രാവശ്യമാണ് വേണ്ടത് എന്നുള്ളത്? അല്ലെങ്കിൽ നമുക്ക് 100 പ്രാവശ്യമാണ് വേണ്ടത്, അതെങ്ങനെ കമ്പ്യൂട്ടർ മനസ്സിലാക്കും? നമ്മളിവിടെ അങ്ങനത്തെ ഒരു പ്രയോഗം നടത്തിയിട്ടില്ല. ഉണ്ടോ? എന്തെങ്കിലും പ്രയോഗം നടത്തിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു പ്രയോഗം നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് 10 പ്രാവശ്യമായി, അല്ലെങ്കിൽ 15 പ്രാവശ്യമായി, അല്ലെങ്കിൽ 100 പ്രാവശ്യമായി എന്നൊക്കെ അറിയണമെങ്കിൽ യു ഹാവ് ടു കൗണ്ട്. ദ കമ്പ്യൂട്ടർ ഹാസ് ടു കൗണ്ട്. കമ്പ്യൂട്ടർ കൗണ്ട് ചെയ്യണം. 1, 2, 3, 4, 5, 6 എന്നിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്യണം. അങ്ങനെ കൗണ്ട് ചെയ്ത് 10 കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ കമ്പ്യൂട്ടർ മസ്റ്റ് ഹാവ് എ വേരിയബിൾ, പ്രോഗ്രാം മസ്റ്റ് ഹാവ് എ വേരിയബിൾ. പ്രോഗ്രാമിന് ഒരു വേരിയബിൾ വേണം. ഫോർ എക്സാമ്പിൾ INT കൗണ്ടർ. ഞാനൊരു വേരിയബിൾ ഉണ്ടാക്കുകയാണ്, കൗണ്ടർ എന്ന് പറഞ്ഞിട്ട്, ആൻഡ് ഇനീഷ്യലൈസിങ് ഇറ്റ് വിത്ത് വാല്യൂ 0. ഓക്കെ, 0 വെച്ചിട്ട് ആ വേരിയബിളിന്റെ വാല്യൂ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. INT കൗണ്ടർ ഈസ് ഈക്വൽ ടു 0. ദിസ് വേരിയബിൾ ഈസ് യൂസ്ഡ് ടു കൗണ്ട് നമ്പർ ഓഫ് എക്സിക്യൂഷൻസ് ഇൻ ദ ലൂപ്പ്. ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തു എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിൾ ആണ് കൗണ്ടർ വേരിയബിൾ. ഞാൻ ആ വേരിയബിളിന് ഇവിടെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെന്നില്ല, നമുക്ക് 2 സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യാം. കൗണ്ടർ തന്നെ വേരിയബിൾ ഉണ്ടാക്കി, പിന്നീട് കൗണ്ടർ ഈസ് ഈക്വൽ ടു 0, മറ്റേ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആണ്. കൗണ്ടർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഡൈനാമിക് ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൗണ്ടർ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാക്കി അത് 0 എന്ന് പറയുന്ന വാല്യൂ സെറ്റ് ചെയ്തു. ഇനി ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൗണ്ടർ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഒരു തവണ എക്സിക്യൂട്ട് ചെയ്താൽ 0 1 ആവണം. ഒരിക്കൽ കൂടി എക്സിക്യൂട്ട് ചെയ്താൽ 1 2 ആവണം. ഒരിക്കൽ കൂടി എക്സിക്യൂട്ട് ചെയ്താൽ 2 3 ആവണം. ഒരിക്കൽ കൂടി എക്സിക്യൂട്ട് ചെയ്താൽ 3 4 ആവണം. ഇങ്ങനെയാണ് നമുക്ക് വരേണ്ടത്. ഓക്കെ, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? എന്ത് കമാൻഡാണ് നമ്മൾ അതിന് വേണ്ടി കൊടുക്കുക? കൗണ്ടർ എന്ന് പറയുന്ന ഈ വേരിയബിളിന്റെ വാല്യൂ ഒരിക്കൽ എക്സിക്യൂട്ട് ചെയ്തതാണ് സി ഔട്ട് എന്നുള്ള കമാൻഡ്. ഒരിക്കൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിന്റെ വാല്യൂസ് ആണെങ്കിൽ അത് 1 ആവണം. 1 ആണെങ്കിൽ അത് 2 ആവണം. 2 ആവണമെങ്കിൽ അത് 3 ആവണം. അതിന് എന്ത് കമാൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റും? ഒക്കെ നമ്മൾ പഠിച്ചിട്ട് പറയുന്നില്ല. പഠിക്കാത്ത കമാൻഡ് വൈലാണത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്റെ ആവശ്യം കൗണ്ടർ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഏത് കമാൻഡാണ് ഉപയോഗിക്കുക? ആർക്ക് പറയാൻ പറ്റും? മെസ്സേജ് ഇട്ടോളൂ. പെട്ടെന്ന് വേണം, നമുക്ക് സമയം അധികമില്ല. പെട്ടെന്ന് വേണം, ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി. നോ ഐഡിയ. കൗണ്ടർ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ഒന്ന് കൂട്ടാൻ പല തരത്തിലുള്ള കമാൻഡുകൾ നമ്മൾ ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു വേരിയബിളിന്റെ വാല്യൂ ഒന്ന് കൂട്ടാനായിട്ട് 4 ഡിഫറെന്റ് ടൈപ്പിലുള്ള സ്റ്റേറ്റ്മെന്റ്സിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 ഡിഫറെന്റ് രീതികളിൽ, മെത്തേഡുകളിൽ നമുക്കൊരു വേരിയബിളിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. ഞാൻ തന്നെ പറയേണ്ടി വരുമോ?
യെസ്, ഒരാള് കമന്റ് ചെയ്തിട്ട് എനിക്ക് ആളുടെ പേര് ഐഡന്റിഫൈ പറ്റില്ല. ഹിബയാണോ എന്ന് സംശയമുണ്ട്. ഹിബയാണോ? യെസ്, ഹിബ ഒരു റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്. എ പ്ലസ് പ്ലസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ആണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ വേരിയബിളിന്റെ പേര് മാറ്റുണ്ട്, എ അല്ല കൗണ്ടർ ആണ്. അങ്ങനെ വരുമ്പോ എന്താ കമാൻഡ് വരിക? കൗണ്ടർ പ്ലസ് പ്ലസ്, റൈറ്റ്? കൗണ്ടർ പ്ലസ് പ്ലസ്. നീ പറഞ്ഞ കമാൻഡ് കറക്റ്റ് തന്നെയാണ്, പക്ഷെ ആ വേരിയബിള് മാറിപ്പോയി. കൗണ്ടർ പ്ലസ് പ്ലസ്. വേറെ എന്തൊക്കെ കമാൻഡ് ഉണ്ട് കൗണ്ടർ പ്ലസ് പ്ലസ് അല്ലാതെ? കൗണ്ടർ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ഒന്ന് കൂട്ടാനായിട്ട് വേറെ എന്തെല്ലാം കമാൻഡ് ഉണ്ട്? 4 ഡിഫറെന്റ് മോഡിലെ കമാൻഡുകളാണ് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. കൗണ്ടർ പ്ലസ് പ്ലസ് ഉണ്ട്, പിന്നെ അഭിജിത്ത്, പെൻസിൽ, യെസ്, പ്ലസ് പ്ലസ് കൗണ്ടർ രണ്ടാമത്തെ അതാണ്. ഓക്കെ, പ്ലസ് പ്ലസ് കൗണ്ടർ, കൗണ്ടർ പ്ലസ് പ്ലസ് എന്ന് ഉപയോഗിക്കാം, പ്ലസ് പ്ലസ് കൗണ്ടർ എന്ന് ഉപയോഗിക്കാം. ഹിബ ആ പിന്നെ അക്ഷരം ശ്രദ്ധിക്കണം കേട്ടോ, ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ശ്രദ്ധിക്കണം. സ്മോൾ ലെറ്ററിലാണ് നമ്മൾ വേരിയബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്, അതുപോലെ തന്നെ വേണം. വേറെ കൗണ്ടർ പ്ലസ് പ്ലസ് നമുക്ക് കൗണ്ടർ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതിലേത് കമാൻഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി മറ്റൊന്നുള്ളത് കൗണ്ടർ ഈസ് ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1. ഞാൻ മെസ്സേജ് ലെറ്ററുണ്ട്, കൗണ്ടർ ഈസ് ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1. മറ്റൊന്ന് കൗണ്ടർ പ്ലസ് ഈക്വൽ ടു 1. രണ്ടെണ്ണം നിങ്ങൾ പറഞ്ഞു, രണ്ടെണ്ണം ഞാൻ പറയാം. ഓക്കെ, കൗണ്ടർ ഈസ് ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1, കൗണ്ടർ പ്ലസ് ഈക്വൽ ടു 1. ഇതൊക്കെ നമുക്ക് ഒരു വേരിയബിളിന്റെ വാല്യൂ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് അതിവിടെ വാല്യൂ ഒന്ന് കൂട്ടാനായിട്ട് നമുക്ക് കൗണ്ടർ പ്ലസ് പ്ലസ് എന്ന് യൂസ് ചെയ്യാം. കൗണ്ടർ പ്ലസ് പ്ലസ്. അപ്പോ ഈ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ഇപ്പൊ ഒന്ന് ആലോചിക്കുക. ഇവിടുന്ന് കൗണ്ടർ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ 0 ആയി, ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. C++ എന്നുള്ള ഈ കമാൻഡ് ഒരു തവണ വർക്ക് ചെയ്തു. കൗണ്ടർ പ്ലസ് പ്ലസ്, കൗണ്ടറിന്റെ വാല്യൂ 0 ഉള്ളത് ചേഞ്ച് ആയിട്ട് 1 ആക്കി. ഈ ക്ലോസിംഗ് ബ്രേസ് കാണുമ്പോൾ സിസ്റ്റം വീണ്ടും ഇവിടേക്ക് തന്നെ വരും, ഇതിന്റെ തുടക്കത്തിൽ തന്നെ വരും. എന്നിട്ട് ഈ കമാൻഡ് വീണ്ടും ആവർത്തിക്കും. അതാണ് ലൂപ്പിംഗ്. ഇത് പിന്നെ 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 ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ആ ചെയ്യുന്നതിന് അവസാനം വേണമല്ലോ, അല്ലെ? എപ്പോഴാണ് ഇത് അവസാനിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞേ? എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത്? നമുക്ക് എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത്? യെസ്, കൗണ്ടർ എന്ന് പറയുന്ന ആ 10 പ്രാവശ്യം ആയി കഴിഞ്ഞാൽ, കൗണ്ടർ എന്ന വേരിയബിളിന്റെ കാര്യത്തിലേക്ക് വരാം. 10 തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ, 10 ടൈംസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണം. 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ കൗണ്ടർ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ യൂസ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്താൽ ഈ കൗണ്ടറിന്റെ വാല്യൂ 1 ആവും. 2 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്താൽ കൗണ്ടറിന്റെ വാല്യൂ 2 ആവും. 3 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്താൽ കൗണ്ടറിന്റെ വാല്യൂ 3 ആവും. അങ്ങനെയാണെങ്കിൽ 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്താൽ കൗണ്ടറിന്റെ വാല്യൂ 10 ആവും. അപ്പൊ 10 ആയി കഴിഞ്ഞാൽ പിന്നെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണ്ട. കൗണ്ടറിന്റെ വാല്യൂ 10 ആയി കഴിഞ്ഞാൽ അർത്ഥം 10 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞു എന്നാണ്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. കൗണ്ടറിന്റെ വാല്യൂ 10 ആയിട്ടില്ലെങ്കിൽ, അതായത് 10ൽ താഴെയാണെങ്കിൽ നമുക്ക് ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാം. അതിനുള്ള കണ്ടീഷൻ ഇവിടെ കൊടുക്കുക, വൈൽ ബ്രാക്കറ്റിൽ കൗണ്ടർ ലെസ് ദാൻ 10. ഓക്കെ, സോറി ദർ ഇസ് നോ സെമിക്കോളൻ. വൈൽ ബ്രാക്കറ്റിൽ കൗണ്ടർ ലെസ് ദാൻ 10. ഈ വൈൽ കമാൻഡിന് സെമിക്കോളൻ ഉണ്ടാവില്ല. ഈ അല്ലെങ്കിൽ ഏതൊരു കമാൻഡ് കഴിഞ്ഞിട്ടാണോ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രേസ് വരുന്നത്, അതിനൊന്നും സെമിക്കോളൻ ഉണ്ടാവില്ല. നിങ്ങൾ ഈഫ് കണ്ടിട്ടുണ്ടാവും, ഈഫിന് സെമിക്കോളൻ ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഈഫ് കണ്ടതാണ്. അതുപോലെ വൈല്, ഫോർ, ഡു വൈല്, അതിനൊന്നും സ്റ്റാർട്ടിങ്ങിൽ സെമിക്കോളൻ ഉണ്ടാവില്ല. ഓക്കെ, സോ ഇപ്പൊ ഈ ഒരു ലൂപ്പ് സെറ്റായി, 10 തവണ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ലൂപ്പ് സെറ്റായി. നമുക്ക് ഈ പ്രോഗ്രാമിനെ ഒന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് കമ്പൈൽ ചെയ്ത് ഒന്ന് ബിൽഡ് ചെയ്ത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. C++ എന്ന് 10 തവണ, 1 2 3 4 5 6 7 8 9 10 തവണ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 20 തവണയാണെങ്കിൽ എന്ത് മാറ്റമാണ് ഈ പ്രോഗ്രാമിൽ വരുത്തേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. 20 തവണയാണെങ്കിൽ ഈ പ്രോഗ്രാമിൽ എന്ത് ചേഞ്ച് വരുത്തണം? ആ 10 ഉള്ളത് മാറ്റിയിട്ട് 20. ഓക്കെ 10 ഉള്ളത് മാറ്റിയിട്ട് 20 ആക്കാം. കൗണ്ടർ ലെസ് ദാൻ 10 ഉള്ളത് മാറ്റിയിട്ട് കൗണ്ടർ ലെസ് ദാൻ 20 ആക്കാം. 20 ആക്കി സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു.
ഇപ്പൊ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ there are 20 C++ സ്റ്റേറ്റ്മെന്റ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ബാക്കി താഴത്തുണ്ട് 19 20 താഴെയുണ്ട്. ഓക്കെ, 20 തവണ പ്രിന്റ് ചെയ്തു. റൈറ്റ്, 20 തവണ പ്രിന്റ് ചെയ്തു. അപ്പോ ഞാന് പിന്നെ ഇത് ഇനിയിപ്പോ 100 ആക്കണമെങ്കിൽ 200 ആക്കണമെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ ഒന്നും കൂടി ഒന്ന് സ്പെസിഫിക് ആവാനും \t ആക്കി കൊടുത്താൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. ഭംഗിയല്ല, എണ്ണാൻ സൗകര്യം. നമ്മളിപ്പോ ഇതേപോലെ സ്ക്രോൾ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. \t എന്ന് പറഞ്ഞാൽ ഒരു വരിയിൽ തന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഡിസ്പ്ലേ ചെയ്യലാണ്. കണ്ടോ, സി ദിസ് ടൈം എങ്ങനെ റിസൾട്ട് 1 2 3 4 5 6 7 8 9 10 11 മറ്റൊരു ഫുൾ സ്ക്രീൻ ആക്കാതെ വന്ന ഒരു പ്രശ്നമാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 തവണ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇനി 200 തവണ വേണമെങ്കിലും 2000 തവണ വേണമെങ്കിലും 2,00,000 തവണ വേണമെങ്കിലും ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്തതെന്ന് നമുക്കൊന്ന് ഓർത്തു നോക്കാം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ലൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതെന്നുള്ളതാണ്. ഏറ്റവും ആദ്യം നമ്മൾ ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ദിസ് വേരിയബിൾ ഈസ് കോൾഡ് കൺട്രോളിംഗ് വേരിയബിൾ. ഈ വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് കൺട്രോളിംഗ് വേരിയബിൾ. അറിയത് പറയുന്നുണ്ടോ? സംശയം ഉണ്ടോ? ആരുടെ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടല്ലോ? ഷബീബ്, ഇല്ല സാർ. ഒരാളൊന്ന് മൈക്ക് വേറെ ആളാണ് ഓൺ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, സോ ഈ വേരിയബിളിനെ ലൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് കൺട്രോളിംഗ് വേരിയബിൾ. ഇനി ആ കൺട്രോളിംഗ് വേരിയബിളിന് നമ്മൾ ആദ്യം ഒരു വാല്യൂ കൊടുത്തു അല്ലെ, ഇനിഷ്യൽ വാല്യൂ 0 കൊടുത്തു. This statement is called initialization statement. Initialization statement. Okay. Then along with the while, we are used a condition counter less than 0. Okay. The condition counter less than 20 is called, അതിനുള്ള പേര് ഞാൻ പറയാം, is called ടെസ്റ്റ് കണ്ടീഷൻ. അതിന് പറയുന്ന പേരാണ് ടെസ്റ്റ് കണ്ടീഷൻ. ഒരു ലൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ അത് അത്യാവശ്യമാണ്, ടെസ്റ്റ് കണ്ടീഷൻ വേണം. ഇനി ഈ കൗണ്ടർ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്തു, അതിന് വിളിക്കുന്ന പേരാണ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. ഒരു ലൂപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു കൺട്രോളിംഗ് വേരിയബിൾ വേണം. ആദ്യം ലൂപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ വേണം. ആ വേരിയബിളിന് ഒരു ഇനിഷ്യൽ വാല്യൂ കൊടുക്കണം. അതിന് നമ്മൾ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കണം. പിന്നെ നമ്മൾ ആ ലൂപ്പിൽ നിയന്ത്രിക്കാൻ ഒരു കണ്ടീഷൻ ഉപയോഗിക്കണം. അതിന് ടെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയും. ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പ് വർക്ക് ചെയ്യുള്ളൂ. ഇത് ഫോൾസ് ആകുമ്പോൾ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ലൂപ്പ് വർക്ക് ചെയ്യും, ഫോൾസ് ആകുമ്പോൾ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. ദെൻ നമ്മൾ എന്താണോ നമുക്ക് ആക്ച്വലി റിപ്പീറ്റ് ചെയ്യേണ്ട കമാൻഡ്, അതിന് സാധാരണ പറയുന്ന പേരാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ദ കമാൻഡ്സ് ടു ബി റിപ്പീറ്റഡ്, ദ കമാൻഡ്സ് ടു റിപ്പീറ്റ് ചെയ്യാനുള്ള ഈ കമാൻഡിന് സാധാരണ പറയുന്ന പേരാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ദെൻ ആ വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ആക്കുക, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ 4 എലമെന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലൂപ്പ് സെറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ വൈൽ എന്ന് പറയുന്ന കമാൻഡിന്റെ സിന്റാക്സിലേക്ക് വരാം. വൈൽ എന്തിനാ വൈൽ ഉപയോഗിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ എ പ്രോഗ്രാം as long as a given test condition is true. ഒരു ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആവുന്ന അത്രയും സമയം ഒരു ലൂപ്പ് ഇങ്ങനെ ആവർത്തിച്ച് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സെറ്റ് സ്റ്റേറ്റ്മെന്റ്സിന് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്. ആദ്യം വരേണ്ടത് ഇനീഷ്യലൈസേഷൻ, അത് കഴിഞ്ഞിട്ട് വൈല് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ടെസ്റ്റ് കണ്ടീഷൻ, അത് കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് ബ്രേസ്, ഇതിനുള്ളിൽ നമുക്ക് എന്താണോ റിപ്പീറ്റ് ചെയ്യേണ്ടത് അത്. Then within that also one more statement, updation statement, then closing brace. ഇതാണ് while loopന്റെ സിന്റാക്സ്. ഓക്കെ, while loop ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമിനെ ഞാൻ ഇവിടെ ഇതിന് നോട്ടിനകത്ത് ഉൾക്കൊള്ളിക്കാം. ഇത് നമ്മുടെ പ്രോഗ്രാം ആണ്. അപ്പൊ ഞാൻ ഈ ഒരു പ്രോഗ്രാമിനോട് നിന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഈ നോട്ടിൽ കൊണ്ടുവരികയാണ്. അപ്പോ ഇത് പിന്നെ ഇതിൽ വരുന്ന സമയത്ത് ഞാനത് താഴത്തേക്ക് കൊണ്ടുവരാം. ഇത് കൺട്രോളിംഗ് വേരിയബിൾ ആണ്.
ഇത് ഇനീഷ്യലൈസേഷൻ ആണ്, ഇത് ടെസ്റ്റ് കണ്ടീഷൻ ആണ്. ടെസ്റ്റ് കണ്ടീഷൻ ആണ്. പിന്നെ ഇതിന് ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയും. നിങ്ങൾക്ക് പ്രോഗ്രാം പിന്നെ നോക്കുമ്പോൾ മനസ്സിലാൻ വേണ്ടി ഞാൻ അതൊക്കെ എടുക്കണം കേട്ടോ. റിപ്പീറ്റ് ചെയ്യാനുള്ള കമാൻഡ്, ഈ കൗണ്ടർ പ്ലസ് പ്ലസ് എന്നുള്ള ഈ കമാൻഡിനെ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഇതാണ് ഒരു ലൂപ്പിന്റെ ഓവറോൾ സ്ട്രക്ചർ. ഓക്കെ, സി പ്ലസ് എസ് പ്രോഗ്രാമിനകത്ത് ഒരു ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയത്. ഓക്കെ, ഓക്കെ റൈറ്റ്. സോ ദാറ്റ് ഈസ് വൈൽ ലൂപ്പ്. ഇനി നമുക്ക് ഈ ലൂപ്പിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പോ ഇത് ഉപയോഗിച്ച് എന്തിനായിട്ടാണ്? ദിസ് പ്രോഗ്രാം ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ C++ 10 times. Okay, program to display C++ 10 times. C++ no, not 10 times. എത്ര പ്രാവശ്യം 10 times ആണ് നമ്മൾ ചെയ്തത്? ഇപ്പോ അല്ല, അവിടെ കോപ്പി ചെയ്ത് 10 times ആണ് തുടങ്ങി വെച്ചത്. പക്ഷെ നമ്മളിപ്പോ ചെയ്തപ്പോ 20 times ആണ് ചെയ്തത് അല്ലേ? ഇവിടെ 20 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, 20 times ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രോഗ്രാമിനെ ഒന്ന് മാറ്റി ചിന്തിക്കാം. ഈ പ്രോഗ്രാം ഞാൻ ഒഴിവാക്കണം, നമ്മൾ ചെയ്ത പ്രോഗ്രാം ഒഴിവാക്കണം. ഇനി എൻ്റെ ഒരു ചെറിയൊരു ആവശ്യം ഞാൻ വേറെ പറയാം. I want to display all the even numbers up to 100. 100 വരെയുള്ള എല്ലാ ഈവൻ നമ്പേഴ്സ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ നമുക്കറിയാം ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അല്ലെ? ഈവൻ നമ്പേഴ്സ് 2 ഉണ്ട്, പിന്നെ 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്, 12 ഉണ്ട്, 14 ഉണ്ട്. അങ്ങനെ 100 വരെയുള്ള എല്ലാ ഈവൻ നമ്പേഴ്സും ഡിസ്പ്ലേ ചെയ്യണം. ഇതാണ് എന്റെ ആവശ്യം. Okay, so let us see how to set up a loop. So first of all, define a controlling variable, say int a. Then what to do? Give the first even number into a. Initialization, a is equal to 2. Okay, ആദ്യത്തെ even number. Then start your loop while ബ്രാക്കറ്റിൽ a എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ എത്ര വരെ ആവുമ്പോൾ ചെയ്യണം? എത്ര വരെയാണ്, ഏത് വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഏത് വരെയുള്ള ഈവൻ നമ്പേഴ്സ് ആണ്? 100 വരെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 100 ഉൾപ്പെടെ വേണം, 100ന്റെ താഴത്തല്ല, 100 ഉൾപ്പെടെയുള്ള ഈവൻ നമ്പേഴ്സ് വേണം. സോ കണ്ടീഷൻ വിൽ ബി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. ഓക്കെ, എന്നിട്ട് ഇതിനുള്ളിൽ നമ്മൾ ആ എയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാം. ഒരു \t കൊടുക്കാം, എന്നുവെച്ചാൽ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം? ആദ്യത്തെ ഈവൻ നമ്പർ കഴിഞ്ഞാൽ അടുത്ത ഈവൻ നമ്പർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഏഴിൽ ഇപ്പത്തുള്ള ഈവൻ നമ്പർ 2 ആണ്. 2 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടേണ്ട അടുത്ത ഈവൻ നമ്പർ 4 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടേണ്ടത് 6 ആണ്, പിന്നെ കിട്ടേണ്ടത് 8 ആണ്. അപ്പൊ എന്താ ചെയ്യണ്ടേ? എന്താ നമ്മൾ ചെയ്യണ്ടേ? ഇപ്പൊ 2 ആണെങ്കിൽ 2 4 ആവണം, 4 ആണെങ്കിൽ 4 6 ആവണം, 6 ആണെങ്കിൽ 6 8 ആവണം. എന്താ ചെയ്യണ്ടേ? യെസ്, ഇവിടെ എഴുതിയിട്ടുണ്ട് a is equal to a plus 2. ഓക്കെ, a is equal to a plus 2. a is equal to a plus 2. അതിന് വേറെ രൂപത്തിൽ എഴുതാൻ നമുക്ക് വേണമെങ്കിൽ a is equal to a plus 2 എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന മറ്റൊരു രൂപമാണ് a plus equal to 2. a is equal to a plus 2 എന്നാവാം, അല്ലെങ്കിൽ a plus equal to 2 എന്നാവാം. ഓക്കെ, a is equal to a plus 2 or a plus equal to 2. ഈ രണ്ട് രീതിയിൽ നമുക്ക് അതിന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ആയി. 100 വരെയുള്ള എല്ലാ ഈവൻ നമ്പേഴ്സും ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം തയ്യാറായി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതിനെ സേവ് ചെയ്ത് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് റൺ ചെയ്യാം. 2 4 6 8 10 12 14 16 17 20 21 22 23 24 25 28 32. നിങ്ങൾ ആ ലേഔട്ട് തെറ്റിയത് കൊണ്ട് ആശങ്കപ്പെടേണ്ട. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സ്ക്രീനിൽ ചെയ്യുന്നുള്ള കുഴപ്പമാണ്. ഫസ്റ്റ് സ്ക്രീനിലുള്ള ഔട്ട്പുട്ട് സെക്കൻഡ് സ്ക്രീനിലേക്ക് വലിച്ചിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രയാസമാണ്.
ഈ ക്ലാസ് എടുക്കാനുള്ള സൗകര്യത്തിന് എൻ്റെ ലാപ്ടോപ്പിന്റെ കൂടെ ഒരു സ്ക്രീനും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ രണ്ടാമത്തെ പ്രോഗ്രാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈവൻ നമ്പേഴ്സ്, ഡിസ്പ്ലേ ഓൾ ഈവൻ നമ്പേഴ്സ് അപ് ടു 100 വരെയുള്ള എല്ലാ ഈവൻ നമ്പേഴ്സും ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ്. നമ്മുടെ നോട്ടിലേക്ക് അത് ആഡ് ചെയ്യാം. പ്രോഗ്രാം ടു ഡിസ്പ്ലേ ഓൾ ഈവൻ നമ്പേഴ്സ് അപ് ടു 100. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോഗ്രാം കൂടി നോക്കാം. ഓക്കെ, വൈൽ ലൂപ്പ് വെച്ചൊരു പ്രോഗ്രാം കൂടി നോക്കാം. പ്രോഗ്രാം ടു ഡിസ്പ്ലേ ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 7 up to a given number. ഓക്കെ, ഒരു പ്രോഗ്രാമിൽ ഒരു നമ്പർ കൊടുക്കുക. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കണം ഏത് വരെ, ലിമിറ്റ് ചോദിക്കണം. ഇപ്പൊ ഞാൻ 1000 വരെ പറയുകയാണെങ്കിൽ 1000 വരെയുള്ള 7ന്റെ ഗുണിതങ്ങൾ, ഞാൻ 100 വരെ പറയുകയാണെങ്കിൽ 100 വരെയുള്ള 7ന്റെ ഗുണിതങ്ങൾ. 7ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ സ്റ്റാർട്ട് ചെയ്യുന്ന, ഏതിലാ പറയേ? 7ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ എവിടെ സ്റ്റാർട്ട് ചെയ്യും? 7ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ അല്ലെ? എവിടെ സ്റ്റാർട്ട് ചെയ്യും? ഫസ്റ്റ് വാല്യൂ വിൽ ബി 7, റൈറ്റ് അല്ലെ? ആദ്യത്തെ വാല്യൂ 7 ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ 14. ഓക്കെ, 14 കഴിഞ്ഞ് പിന്നെ 14 കഴിഞ്ഞ് പിന്നെ 21, 28 അങ്ങനെ പോകുന്ന 7ന്റെ ഗുണിതങ്ങളാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, n വരെ. അപ്പൊ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പ്രോഗ്രാമിൽ വേണ്ടത് നോക്കാം. ഒന്ന്, ഈ a is equal to 2 എന്നുള്ളത് മാറ്റിയിട്ട് എത്ര ആക്കണം? നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 2-ലല്ലോ. എവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? we have to begin our program on displaying number on 7 അല്ലേ? അപ്പൊ a equal to 2 എന്നുള്ളത് മാറ്റിയിട്ട് a equal to 7 എന്നാക്കുക. ഇതാണ് ആദ്യത്തെ ചേഞ്ച്. പിന്നെ while a less than or equal to 100 അല്ല, കാരണം നമ്മളോട് 100 വരെ അല്ല പറഞ്ഞത്, നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്യുന്നവരുടെ നമ്പർ വരെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്കിവിടെ തൽക്കാലം n എന്ന് കൊടുക്കാം. n എന്താന്ന് ഞാൻ പറയാം, പിന്നാലെ പറയാം. ഓക്കെ, n വരെയുള്ള നമ്പേഴ്സ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. n can be 100, n can be 1000, n can be 2000, എന്തോ ആവാം. n എന്തോ ആയിക്കോട്ടെ, പ്രശ്നമല്ല. എന്നിട്ട് നമുക്കിപ്പോ ആലോചിക്കാം, എന്നിനെ നമുക്കിപ്പോ കൊണ്ടുവരാം, പ്രോഗ്രാമിൽ എന്നിനെ ഇപ്പൊ കൊണ്ടുവരാം. a ഡിസ്പ്ലേ ചെയ്യുക. പിന്നെ a is equal to a+2 എന്നല്ല വേണ്ടത്, പകരം എന്താ വേണ്ടേ? ആദ്യത്തെ ഗുണിതം കഴിഞ്ഞാൽ അടുത്ത ഗുണിതം കിട്ടണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? 7 കഴിഞ്ഞാൽ പിന്നെ അത് 14 ആവണം, 14 കഴിഞ്ഞാൽ പിന്നെ 21 ആവണം, 21 കഴിഞ്ഞാൽ 28 ആവണം. ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്താലും മതി. *2 കൊടുത്താൽ മിസ്ബോ പറഞ്ഞ *2 ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ പ്രശ്നം അറിയോ? ഇപ്പോ 7 × 2 14, അത് കറക്റ്റ് ആവും. പിന്നെ 14 × 2 എന്ന് പറയുമ്പോൾ 28 ആ വരാം. അപ്പൊ 21 നഷ്ടപ്പെടും. 28 × 2 എന്ന് പറയുമ്പോൾ 56 ആ വരാം. അപ്പൊ 35ഉം 42 ഒക്കെ പോകും, 49 ഒക്കെ പോകും. ഇരട്ടിക്കാ പോവുക. അപ്പൊ അത് അങ്ങനെയല്ല ശരി, അതല്ല ശരി. അത് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. 7, 14 അങ്ങനെ പോകുന്നത്. റൈറ്റ്. അഭിജിത്ത് ഇപ്പൊ ഒരു പിന്നെ കമാൻഡ് ചെയ്തിട്ടുണ്ട് a+7 എഴുതിയിട്ടുണ്ട്. അത് പരിപൂർണമല്ല, a+7 മാത്രം പോരാ, ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യാണ്ട്. a+7 എന്ന് പറഞ്ഞാൽ 7ന്റെ കൂടെ 7 കൂട്ടുന്ന അർത്ഥമാണല്ലോ. പറഞ്ഞോ. a+* അങ്ങനെ വരും. a+* എന്നിട്ട് കമാൻഡ് ഇല്ല. a+= ആണ് പിന്നെ ഉള്ളത്. അത് അരിത്തമെറ്റിക് അസൈൻമെന്റ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോഗ്രാമിൽ എന്താ ചെയ്തേ? അതൊന്നും ആലോചിച്ചാൽ മതിയല്ലോ. നിങ്ങൾ ഇത്രയും കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. തൊട്ട് മുമ്പത്തെ പ്രോഗ്രാമില് ഈവൺ നമ്പർ കിട്ടാൻ 2 കഴിഞ്ഞ് 4, 4 കഴിഞ്ഞ് 6 ആവാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തേ? അതിന്റെ കൂടെ 2 ആഡ് ചെയ്ത് കൊടുത്തു എല്ലാ നമ്പറിന്റെ കൂടെ. അപ്പൊ ഇവിടെ തൊട്ടാള് പറഞ്ഞ ശരി തന്നെയാണ്. അത് അഭിജിത്ത് പറഞ്ഞ് കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് അപ്പം ഉണ്ടായ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ a+7 മാത്രം പറഞ്ഞാൽ എയുടെ കൂടെ 7 കൂട്ടുക എന്നുള്ള മീനിങ്ങേ വരുന്നുള്ളൂ. അത് തിരിച്ച് എയിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ ഷാമിൽ ഏരിയ കറക്റ്റ് ആണ്. a is equal to a+2. ഞാൻ ആ കമാൻഡിനോട് സോറി a+2 അല്ല കേട്ടോ, സോറി a+7 ആണ്. a is equal to a+7. a is equal to a+7. അപ്പോ 7ന്റെ കൂടെ 7 കൂട്ടുമ്പോൾ 14 ആവും. പിന്നെ ആലോചിച്ച് മതി, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. 14ന്റെ കൂടെ 7 കൂട്ടുമ്പോൾ അത് 21 ആവും. 21ന്റെ കൂടെ 7 കൂട്ടുമ്പോൾ അത് 28 ആവും. പിന്നെ വീണ്ടും 7 കൂട്ടുമ്പോൾ 35 ആവും. കറക്റ്റ് ആയിട്ട് പോകും. ഓക്കെ, ഇനി ഇതിലൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, n കൊണ്ടുവരണം. n എന്ന് പറഞ്ഞ വേരിയബിളിനെ ഡിഫൈൻ ചെയ്യണം.
പിന്നെ മാത്രമല്ല എന്നിന് ഒരു വാല്യൂ വേണം നമുക്ക്. എൻ്റർ ദ ലിമിറ്റ്. ആ ലിമിറ്റ് നമുക്ക് ചോദിക്കാം. സി ഇൻ ഡബിൾ ഗ്രേറ്റർ ദാൻ എൻ. അപ്പൊ പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഏത് ലിമിറ്റ് വരെ വേണം എന്നുള്ളത് നമ്മളോട് കമ്പ്യൂട്ടർ ആദ്യം ചോദിക്കും. അപ്പൊ ഞാൻ 100 കൊടുക്കുകയാണെങ്കിൽ 100 വരെയുള്ള 7ന്റെ ഗുണിതങ്ങൾ ഡിസ്പ്ലേ ചെയ്യും. 1000 കൊടുക്കുകയാണെങ്കിൽ 1000 വരെയുള്ള 7ന്റെ ഗുണിതങ്ങൾ ഡിസ്പ്ലേ ചെയ്യും. നമുക്കിപ്പോൾ പ്രോഗ്രാമിനെ കാണാം. ഞാൻ സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. ഇതിനെ ഇവിടെ കൊണ്ടുവരികയാണ്. ഓക്കെ, എൻ്റർ ദ ലിമിറ്റ്. ഞാൻ 100 കൊടുക്കണം. എന്ത് സംഭവിച്ചു നോക്കൂ. 7, 14, 21, 28, 35, 42, 49, 56, 63, 70, 77, 84, 91, 98. ഓക്കെ, കറക്റ്റ് ആയല്ലോ? കറക്റ്റ് ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം ഒന്നും കൂടി റൺ ചെയ്യാം. ഞാൻ ആ ലിമിറ്റ് ഒന്ന് കൂട്ടാൻ പോവാണ്. ഇവിടെ ഈ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ട് ലിമിറ്റ് ഒന്ന് കൂട്ടാണ്. 1000 ആക്കാണ്. കണ്ടോ? 1000 ആക്കിയപ്പം 1000 വരെയുള്ള എല്ലാ 7ന്റെ ഗുണിതങ്ങളും വന്നു. കണ്ടോ? 7 മുതൽക്ക് 994 വരെയുള്ള 1000 വരെയുള്ള എല്ലാ 7ന്റെ ഗുണിതങ്ങളും ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പൊ ലൂപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതായ കാര്യങ്ങള്, ഒന്ന്, ലൂപ്പിന് ഒരു കൺട്രോളിങ് വേരിയബിൾ വേണം, അതിന് ഇനിഷ്യലൈസ് ചെയ്യണം. അത് ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് കണ്ടീഷൻ ഉണ്ടാക്കണം. പിന്നെ നമുക്ക് എന്താണോ റിപ്പീറ്റ് ചെയ്യേണ്ടത്, റിപ്പീറ്റ് ചെയ്യാനുള്ള കാര്യം കൊടുക്കണം. ശേഷം ആ കൺട്രോളിങ് വേരിയബിളിന്റെ വാല്യൂവിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് അതൊരു ലൂപ്പ് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, സോ അങ്ങനെ വൈൽ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള 3 എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ലെറ്റ് us copy the third example to our notebook, our note. ക്ലാസ് നോട്ടിലേക്ക് നമുക്ക് ആ മൂന്നാമത്തെ പ്രോഗ്രാമിനെ കൊണ്ടുവന്നു. ഓക്കെ, now we are going to see our next statement, that is do while. അടുത്ത സ്റ്റേറ്റ്മെന്റ് do while ആണ്. ഓക്കെ, it is another looping statement in C++. മറ്റൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. unlike while here condition is tested at the end of the loop. ലൂപ്പിന്റെ അവസാനമാണ് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുക. വൈൽ ലൂപ്പിൽ തൊട്ട് മുകളിൽ തന്നെ എക്സാമ്പിൾ കാണുന്നുണ്ടല്ലോ. വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ലൂപ്പിന്റെ മുകൾ ഭാഗത്താണ്. എന്നാൽ ഡു വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ലൂപ്പിന്റെ താഴ്ഭാഗത്താണ്. വേറെ ഒരു വ്യത്യാസവും ഇല്ല തമ്മിൽ. ഓക്കെ, ലൂപ്പിന്റെ മുകൾ ഭാഗത്ത് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നത് ലൂപ്പിന്റെ താഴ്ഭാഗത്ത്. ഇവിടെ ആയിരിക്കും കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുക. വേറെ യാതൊരു ഡിഫറൻസും വൈലും ഡു വൈലും തമ്മിലില്ല. കണ്ടീഷൻ ഈസ് ടെസ്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലൂപ്പ്. അങ്ങനെയുള്ള ലൂപ്പുകളെ, ഓക്കെ, ദ ലൂപ്പ് in which condition is tested at the end is called exit controlled loop. അങ്ങനെയുള്ള ലൂപ്പുകൾ സാധാരണ പറയുന്ന പേരാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. അപ്പൊ തീർച്ചയായിട്ടും കണ്ടീഷൻ ആദ്യം ടെസ്റ്റ് ചെയ്യുന്ന ലൂപ്പിന് ഒരു പേരുണ്ടാവുമല്ലോ, അല്ലെ? The loop in which condition is tested at the beginning is called എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. 2 തരം ലൂപ്പുകളാണ്. ഒന്ന് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്, രണ്ടാമത്തത് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻ അവസാനമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എൻട്രി കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ആദ്യമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വൈൽ ലൂപ്പ് ഈസ് എൻട്രി കൺട്രോൾഡ്. വൈൽ ലൂപ്പ് എൻട്രി കൺട്രോൾഡ് ആണ്. വെറാസ് ഡു വൈൽ ഈസ് എക്സിറ്റ് കൺട്രോൾഡ്. ഡു വൈൽ ഒരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് വ്യത്യാസമായിട്ട് ചോദിക്കാറുണ്ട്. ഡു വൈലും വൈലും തമ്മിലുള്ള വ്യത്യാസം, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. കണ്ടീഷൻ ഈസ് ടെസ്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലൂപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും അവസാനം ചെയ്ത പ്രോഗ്രാം ഉണ്ടല്ലോ, ഈ പ്രോഗ്രാമിന് ഇതിനെ ഡു വൈൽ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഇവിടെ ഒരു ഡു ചേർക്കുക, ഈ വൈലിനെ ഇവിടുന്ന് പിടിക്കുക, അവിടുന്ന് പിടിച്ചിട്ട് ഇവിടെ കൊണ്ടിടുക എൻഡില്. ഓക്കെ, അതിന് അവസാനം ഒരു സെമിക്കോളൻ ഉണ്ട്, അത് മറന്നു പോകരുത്. ഡു വൈൽ ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ ഡു വൈലിലെ വൈല് കഴിഞ്ഞാൽ ഒരു സെമിക്കോളൻ ഉണ്ട്, വൈൽ ലൂപ്പിൽ അതിന് സെമിക്കോളൻ ഇല്ല. ഓക്കെ, സോ ലൂപ്പ് മാറി. വൈൽ ലൂപ്പ് മാറ്റിപ്പോ നമ്മൾ ഉപയോഗിച്ച ഡു വൈൽ ലൂപ്പാണ്. വേറെ ഒരു വ്യത്യാസമില്ല, ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ ഉണ്ടായിരുന്ന കണ്ടീഷൻ ഇപ്പൊ എവിടെ കിടക്കണേ? താഴെയാണ് കിടക്കുന്നത്. വേറെ ഒരു ഡിഫറൻസും ഇല്ല. ഓക്കെ, സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാ നമ്മളോട് ചോദിക്കുന്നു എൻ്റർ ദ ലിമിറ്റ്. ഞാൻ 500 വരെ ലിമിറ്റ് കൊടുക്കുകയാണ്. 500 വരെയുള്ള എല്ലാ 7ന്റെ ഗുണിതങ്ങളും ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ റിസൾട്ടിൽ? ഒരു ഡിഫറൻസും ഇല്ല, അല്ലെ? രണ്ടും വർക്ക് ചെയ്യുന്നത് ഒരേപോലെ തന്നെയാണ്. ഒറ്റ കേസേ ഉള്ളൂ, അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷനിലെ
വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്തത് മുകൾ ഭാഗത്താണെങ്കിൽ ഡു വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്തത് താഴ്ഭാഗത്താണ്. ഈ ലൂപ്പുകളെ രണ്ട് പേരിലാണ് സി പ്ലസിൽ അറിയപ്പെടുന്നത്. ഡു വൈൽ ലൂപ്പിനെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്നും വൈൽ ലൂപ്പിനെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നും അറിയപ്പെടും. ഓക്കെ, എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഓക്കെ, ഇനി സപ്പോസ് ഞാൻ ഇതിലൊരു ചെറിയൊരു തമാശ കാണിച്ചു തരാം. ഞാനത് തിരിച്ച് വീണ്ടും വൈൽ ലൂപ്പിനെ ആക്കണം കേട്ടോ. തിരിച്ച് ഞാൻ വീണ്ടും വൈൽ ലൂപ്പിനെ ആക്കുന്നത് ഒരു മിനിറ്റ്. വൈൽ ലൂപ്പ് ആക്കുന്നതിന് മുമ്പ് നമുക്കിതിനെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഇതിൽ കൊണ്ടുവരാം. ഡു വൈൽ ലൂപ്പിന്റെ എക്സാമ്പിളിൽ കൊണ്ടുവരാം. ദിസ് ആൻ എക്സാമ്പിൾ ഫോർ ഡു വൈൽ ലൂപ്പ്. ഇതിന് സിൻടാക്സ് ഉണ്ട്. സിൻടാക്സ് നമ്മളുടെ മുകളിൽ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് അത് തന്നെ മതി. ഓക്കെ, ഇതിന്റെ സിൻടാക്സ് എന്ന പൊതുരൂപമാണ്. ഇവിടെ വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് മുകളിൽ നമ്മൾ ഉണ്ടാക്കിയതുണ്ട്, അത് നമുക്ക് എടുക്കാം. അത് എടുത്തിട്ട് ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. ഇതാണ് വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് ഇവിടെ ഉണ്ട്. ഇതാണ് വൈൽ ലൂപ്പിന്റെ സിൻടാക്സ്. ഈ സിൻടാക്സിനെ ഇവിടെ എടുത്തിട്ട് ഞാൻ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. സിൻടാക്സിൽ എന്താണ് വ്യത്യാസം നോക്കാം. ഇവിടെ ഡു എന്ന് വരും, ഇവിടെ ഉള്ള ഈ വൈല് പോയിട്ട് ഇവിടെ കൊണ്ടുവരും അല്ലെ. വൈൽ ടെസ്റ്റ് കണ്ടീഷൻ സെമിക്കോളൻ, അതാണ് ഉള്ള വ്യത്യാസം, സിൻടാക്സിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് പിന്നെ ഞാൻ ഒരു ചെറിയൊരു തമാശ കാണിച്ചു തരാം. അതൊരു തമാശ മാത്രമല്ല, പഠിക്കാനുള്ള കാര്യം കൂടിയാണ്. ഞാൻ ഇതിനെ തിരിച്ച് വൈൽ ലൂപ്പിന് ആക്കണം. എന്താ ചെയ്യണ്ടേ? തിരിച്ച് വൈൽ ലൂപ്പിന് ആക്കണമെങ്കിൽ ഈ ഡൂ ഇവിടെ നിന്ന് ഒഴിവാക്കുക. ഈ വൈലിന് വളരെ എളുപ്പമല്ലേ, ഡൂ വൈലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ആ വൈലിനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടിടുക. ഓക്കെ, അപ്പൊ അത് തിരിച്ച് ചെയ്ത് ലൂപ്പിനായി മാറി. ഇതേ കാര്യം ചെയ്യാനുള്ള ഡു വൈൽ ലൂപ്പിനെ വൈൽ ലൂപ്പിനെ ആയി മാറി. ഞാൻ സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. നിങ്ങൾക്ക് ആദ്യം കാണിക്കാം, 500 വരെയുള്ള നമ്പറിനെ കൊടുത്ത് കാണിക്കാം. റിസൾട്ട് കറക്റ്റ് വരുന്നുണ്ടല്ലോ. 7, 14 അങ്ങനെ തുടങ്ങിയിട്ട് 497 വരെ 7ന്റെ ഗുണിതങ്ങൾ 500 വരെയുള്ളതൊക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ കൊടുക്കുന്ന ഒരു ഫിഗർ ഒന്ന് ശ്രദ്ധിക്കട്ടോ. നിങ്ങൾ കൊടുക്കുന്ന ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഞാൻ കൊടുക്കുന്ന ലിമിറ്റ് 5 ആണ്. ഈസ് ദർ എനി മൾട്ടിപ്പിൾസ് ഓഫ് 7 ബിലോ 5? ഉണ്ടോ? 7ന്റെ ഏതെങ്കിലും ഗുണിതങ്ങൾ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മളത് കൊടുത്താൽ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. കണ്ടോ? എനി റിസൾട്ട്, എനി നമ്പർ ഡിസ്പ്ലേഡ്? നോ നമ്പർ ഡിസ്പ്ലേഡ് ബിക്കോസ് ദർ ഇസ് നോ സച്ച് മൾട്ടിപ്പിൾസ് ഓഫ് 7. 7ന്റെ അങ്ങനത്തെ മൾട്ടിപ്പിൾ ഇല്ല. 7ന്റെ അടുത്ത മൾട്ടിപ്പിൾ തന്നെ 7 ആണ്. അപ്പൊ അതിൽ താഴത്തെ ലിമിറ്റ് കൊടുത്താൽ പിന്നെ ഒന്നും ഡിസ്പ്ലേ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ കണ്ടല്ലോ, ഇവിടെ പ്രോഗ്രാം കറക്റ്റ് ആണ്. ഇനി നമ്മൾ ഇതിനെ ഡു വൈലിലേക്ക് തന്നെ മാറ്റുകയാണ് കേട്ടോ. ഇതിനെ ഡു വൈലിലേക്ക് തന്നെ മാറ്റുകയാണ്. ഇത് അതിന് മുമ്പേ ഡു വൈലിലേക്ക് മാറ്റുന്നതിന് മുമ്പേ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഇത് വർക്ക് ചെയ്യാതിരുന്നത്? ഈ ലൂപ്പ് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാതിരുന്നത്? ഇവിടെ നിന്നുള്ള നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലെ. ഈ ലൂപ്പ് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാതിരുന്നത്? എന്നിന് നമ്മൾ കൊടുത്ത വാല്യൂ 5 ആണ്. എയുടെ വാല്യൂ എത്രയായിരുന്നു? 7 ആണ് അല്ലെ. നമ്മൾ കൊടുത്ത കണ്ടീഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നാണ്. അതായത് 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. കണ്ടീഷൻ ഈസ് ഇനിഷ്യലി ഫാൾസ്. കണ്ടീഷൻ ഈസ് ഇനിഷ്യലി ഫാൾസ്. കണ്ടീഷൻ ഇനിഷ്യലി ഫോൾസ് ആയി. കണ്ടീഷൻ ഇനിഷ്യലി ഫോൾസ് ആണെങ്കിൽ പിന്നെ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. വെൻ ദ കണ്ടീഷൻ ഈസ് ഇനിഷ്യലി ഫാൾസ്, ദ വൈൽ ലൂപ്പ് വിൽ നെവർ വർക്ക്. വൈൽ ലൂപ്പ് ഒരിക്കലും വർക്ക് ചെയ്യില്ല കണ്ടീഷൻ ഈ തുടക്കത്തിലെ ഫോൾസ് ആണെങ്കിൽ. ഓക്കെ, ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആണ്. കാരണം എയുടെ വാല്യൂ 7 ആണ്, എന്നിന് നമ്മൾ കൊടുത്ത വാല്യൂ 5 ആണ്. ഓക്കെ, എന്നിന് നമ്മൾ കൊടുത്ത വാല്യൂ 5 ആണ്. അപ്പൊ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഫലത്തിൽ കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്യുന്നത് 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ്. 7 ഒരിക്കലും 7നേക്കാളും ചെറുതും അല്ല, ഈക്വലും അല്ല. അപ്പൊ അതുകൊണ്ട് ഫോൾസ് ആയി. ഫോൾസ് ആയതുകൊണ്ട് ആ ലൂപ്പ് വർക്ക് ചെയ്തില്ല. അങ്ങനത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, കണ്ടീഷൻ ഈസ് ഇനിഷ്യലി ഫാൾസ്. ഇനി ഞാൻ ഇതിനെ ഡു വൈൽ ആക്കാണേ. ഡു വൈൽ ആക്കുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കുക, കണ്ടീഷൻ ഫോൾസ് തന്നെയാണ്. എന്നിന്റെ വാല്യൂ 5 കൊടുത്താൽ എ ലെസ് ദാൻ ഈക്വൽ ടു എൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഇനിഷ്യലി ഫോൾസ് തന്നെയാണ്. ഓക്കെ, ഒരു സംശയമില്ല, ഇനിഷ്യലി ഫോൾസ് തന്നെയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഈ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്ത് ആദ്യം 100 വരെയുള്ള ഒന്ന് കാണിക്കാം, അല്ലെങ്കിൽ 500 വരെയുള്ള ഒന്ന് കാണിക്കാം. കറക്റ്റ് ആണെന്നുള്ളത്. 500 വരെ കറക്റ്റ് ആണല്ലോ. 7, 14, 21 തുടങ്ങിയിട്ട് 427 എല്ലാ നമ്പേഴ്സും ഉണ്ട്. ഇനി ഞാൻ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാണ്. ദിസ് ടൈം ഐ എം ഗിവിംഗ് എ വാല്യൂ ബിലോ 7. ഫോർ എക്സാമ്പിൾ 5. ഞാൻ 5 എന്ന് കൊടുത്തു. എന്ത് സംഭവിച്ചു? 5 വരെ ലിമിറ്റിലുള്ള നമ്പർ ചോദിച്ചപ്പം ഒരു നമ്പർ അവിടെ ഡിസ്പ്ലേ ചെയ്തു. ഏതാണ്? 7 അല്ലെ. 7 5ന്റെ താഴെയാണോ? അല്ല. എങ്കിലും 7 ഡിസ്പ്ലേ ചെയ്തു. കാരണം ഇവിടെ
ലൂപ്പിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ലൂപ്പ് പ്രവർത്തിച്ചതിന് ശേഷമാണ്. ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷമാണ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അപ്പൊ കണ്ടീഷൻ ആദ്യമേ ഫോൾസ് ആയാലും ഡു വൈൽ ലൂപ്പ് എന്തായാലും ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. വൈൽ ലൂപ്പ് അങ്ങനെ ചെയ്യോ? വൈൽ ലൂപ്പ് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യോ? ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യോ? വൈൽ ലൂപ്പ് കണ്ടീഷൻ ഫോൾസ് ആയാലും? വൈൽ ലൂപ്പ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അപ്പൊ തന്നെ ലൂപ്പ് എന്തായി മാറും? സ്റ്റോപ്പ് ആവും അല്ലെ? ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാനില്ല. എന്നാൽ ഡു വൈൽ ലൂപ്പ് ആദ്യം കൊടുക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും ഒരു തവണ ഷുവർ ആയിട്ടും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതും കൂടി നമ്മൾ ഇതിന് ഡു വൈലിലും വൈലിലും തമ്മിൽ പറയുമ്പോൾ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് വൈൽ ലൂപ്പ്, the loop will not execute when the condition is initially false. തുടക്കമേ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡു വൈൽ ലൂപ്പ്, the loop will execute once when the condition is false. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഒരിക്കൽ എക്സിക്യൂട്ട് ചെയ്യും. അതാണ് വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും തമ്മിലുള്ള മറ്റൊരു ഡിഫറൻസ്. ഡിഫറൻഷിയേറ്റിംഗ് ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരു ഡിഫറൻസ് എന്തായിരുന്നു? ഒരു ഡിഫറൻസ് ഒന്ന് എൻട്രി കൺട്രോൾഡ് ആണ്, രണ്ടാമത്തത് എക്സിറ്റ് കൺട്രോൾഡ് ആണ്. ഇതാണ് ഒരു ഡിഫറൻസ്. ഓക്കെ, ഇതാണ് ഒരു ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ് ഇതാണ് ഡിഫറൻസ് നമ്പർ 1, ഡിഫറൻസ് നമ്പർ 2. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ വൈൽ ആൻഡ് ഡു വൈൽ. വൈലും ഡു വൈലും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇടയ്ക്കൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈലും ഡു വൈലും തമ്മിലുള്ള വ്യത്യാസം. അതും കൂടി ഞാൻ ഇവിടെ പറയാണ്. ഓക്കെ, രണ്ട് ഡിഫറൻസ് ആണ് നമുക്ക് പറയാൻ പറ്റുക. ഒന്ന്, വൈൽ ലൂപ്പിൽ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്നത് എൻട്രി കൺട്രോൾ ലൂപ്പാണ്, മുകളിലാണ് ടെസ്റ്റ് ചെയ്യുക. ഡു വൈൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. രണ്ടാമത്തെ കേസ്, ഇനിഷ്യലി കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ വൈൽ ലൂപ്പ് ഒരിക്കൽ പോലും പ്രവർത്തിക്കില്ല. എന്നാൽ ഡു വൈൽ ലൂപ്പ് ഷുവർ ആയിട്ടും ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, കണ്ടീഷൻ ഫോൾസ് ആയാലും ഒരു തവണ അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. ഓക്കെ, ഇനി ഒരു ലൂപ്പും കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നമ്മൾ 3 സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ക്ലാസ്സിന് തുടക്കത്തിൽ പറഞ്ഞത് അല്ലെ? ഒന്നാമത്തത് വൈലാണ്, രണ്ടാമത്തത് ഡു വൈലാണ്, മൂന്നാമത്തെ പേരെന്താ? Okay, for statement, FOR. Okay, for. It is another looping statement in C++ which brings all the elements, that is initialization, test condition and updation of the controlling variable into one line. ഇതെല്ലാം ഒറ്റ വരിയിൽ കൊണ്ടുവരികയാണ്. അതാണ് ഫോറിന്റെ പ്രത്യേകത. വേറെ വ്യത്യാസമൊന്നുമില്ല. സാധാരണ ലൂപ്പില് ഇത് മൂന്ന് സ്ഥലത്താണ് കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഡു വൈൽ ഇവിടെ ഉണ്ടാക്കിയ ഡു വൈൽ നോക്കാം. ഇതാണ് ഇനിഷ്യലൈസേഷൻ, ഇവിടെ കിടക്കണം. അപ്ഡേഷൻ ലൂപ്പിനകത്താണ്. ടെസ്റ്റ് കണ്ടീഷൻ വേറെ സ്ഥലത്താണ്, ലൂപ്പിന്റെ എൻഡിലോ അല്ലെങ്കിൽ വൈൽ ലൂപ്പ് ആണെങ്കിൽ ലൂപ്പിന്റെ ബിഗിനിങ്ങിലോ ഉണ്ടാവും. മൂന്ന് സ്ഥലത്ത് സ്കാറ്റർ ചെയ്ത് കിടക്കണം. ഓക്കെ, എന്നാൽ ഫോർ ലൂപ്പ് എന്ത് ചെയ്യുന്നു? ഫോർ ലൂപ്പ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതെല്ലാം കൂടി ഒരു വരിയിൽ കൊണ്ടുവരും. അത്രേ ഉള്ളൂ. It is another looping statement in C++ which brings all the elements. ഏതൊക്കെയാണ് എലമെന്റ്സ് ലൂപ്പിന്റെ? ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് കണ്ടീഷൻ ആൻഡ് അപ്ഡേഷൻ ഓഫ് ദ കൺട്രോളിംഗ് വേരിയബിൾ into one line. അതിനെല്ലാം കൂടി ഒരൊറ്റ വരിയിൽ കൊണ്ടുവരാണ്. ഇതാണ് ഫോർ ലൂപ്പിന്റെ സിന്റാക്സ്. ഫോർ ഇനീഷ്യലൈസേഷൻ സെമിക്കോളൻ, ടെസ്റ്റ് കണ്ടീഷൻ സെമിക്കോളൻ, അപ്ഡേഷൻ. ആ മൂന്നെണ്ണം ഒറ്റ വരിയിൽ തന്നെ കൊടുക്കുക. എന്നിട്ട് ഓപ്പണിംഗ് ബ്രേസ് ഇട്ടിട്ട് എന്താണോ റിപ്പീറ്റ് ചെയ്യാനുള്ളത് അത് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഒരു ക്ലോസിംഗ് ബ്രേസ് ഇടുക. ഇതാണ് ഫോർ ലൂപ്പിന്റെ സിന്റാക്സ്. ഓക്കെ, സിന്റാക്സ് ഓഫ് ഫോർ ലൂപ്പ്. ദിസ് ഈസ് സിന്റാക്സ് ഓഫ് ഫോർ ലൂപ്പ്. ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് കണ്ടീഷൻ, അപ്ഡേഷൻ ഒറ്റ വരിയില്. നമുക്ക് ഈ ഡു വൈലിനെ ഒന്ന് ഫോറിലേക്ക് മാറ്റി നോക്കാം. ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ഇനീഷ്യലൈസേഷന്റെ ആവശ്യമില്ല. ഡു എന്നുള്ള സ്റ്റേറ്റ്മെന്റിന് പകരം അവിടെ ഫോർ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരും. ഫോർ a is equal to 7 സെമിക്കോളൻ. നമ്മുടെ കണ്ടീഷൻ a less than or equal to n സെമിക്കോളൻ. നമ്മുടെ അപ്ഡേഷൻ a is equal to a plus 7. ആ മൂന്നെണ്ണം അവിടെ വന്നു. ഇനി ഇവിടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇവിടെ അതിന്റെ ആവശ്യമില്ല, ഇവിടെ കണ്ടീഷന്റെ ആവശ്യമില്ല. കാരണം അതൊക്കെ അവിടെ വന്നു. ഈ പറയുന്ന കണ്ടീഷനും ഇനീഷ്യലൈസേഷനും അപ്ഡേഷനും ഒക്കെ ഈ ഒറ്റ വരിയിൽ വന്നു കഴിഞ്ഞു. ഈ ഒരു വരി
ആ ഒരൊറ്റ വരി സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ആ ലൂപ്പിന്റെ പ്രവർത്തനം ഏത് വാല്യൂലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് വരെയാണ് പോകുന്നത്, എങ്ങനെയാണ് അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് എന്നൊക്കെ ആ ഒരൊറ്റ വരി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഫോർ എ ഇസ് ഈക്വൽ ടു 7, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, എ ഇസ് ഈക്വൽ ടു a പ്ലസ് 7, എല്ലാം ഒറ്റ വരിയിൽ കൊണ്ടുവരണം. അത്തരം ഒരു ലൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഫോർ ലൂപ്പ്. ഓക്കെ, സേവ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. നമുക്ക് ഈ ലൂപ്പ് ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. 1000 വരെയുള്ള നമ്പേഴ്സ് കൊടുത്തു നോക്കാം. കറക്റ്റ് ആൻസർ വരുന്നു 7 മുതൽക്ക് 994 വരെ. അപ്പോ ഇതേ ലൂപ്പ്, ഇതേ പ്രോഗ്രാം നമ്മളിപ്പോ ഈ പ്രോഗ്രാം 3 രീതിയിലും കണ്ടു. വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് കണ്ടു, അതുപോലെ തന്നെ ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ച് കണ്ടു, അതേപോലെ തന്നെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് കണ്ടു. ഒരൊറ്റ പ്രോഗ്രാമിനെ തന്നെ നമ്മൾ 3 രീതിയിൽ ഇവിടെ കണ്ടിരിക്കുകയാണ്. ഓക്കെ, 3 രീതിയിൽ കണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ പിന്നെ ഒരു ചെറിയ ഹോംവർക്ക് എന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഹോംവർക്ക് ഇതാണ്. കൺസിഡർ ദ ഫോളോവിങ് looping statements in C++. Rewrite them using two other looping statements familiar to you. Two other looping statements familiar to you. നിങ്ങൾ അത് മാത്രം മാറ്റി ചെയ്താൽ മതി കേട്ടോ. വേറെ മൊത്തത്തില് പ്രോഗ്രാം ഒന്നുമല്ല, മൊത്തം പ്രോഗ്രാം അല്ല, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് മാത്രം. അതിൽ ഒന്നാമത്തെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഇതാണ് കേട്ടോ. ഒന്നാമത്തെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഫോർ I is equal to 1, I less than or equal to 10, I plus plus, C out double less than I double less than backslash T closing brace. ഇതാണ് ഒന്നാമത്തെ ലൂപ്പ്. രണ്ടാമത്തെ ലൂപ്പ് ഞാൻ എഴുതാൻ പോണേ. K is equal to 100 while K greater than or equal to 1. ഓക്കെ, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളിപ്പോ അതിന്റെ മീനിങ് ഒന്നും പോകണ്ട. സി ഔട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് CPP ഡ്രോയിൽ ഒരു വേരിയബിൾ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വേണമെങ്കിൽ വർക്ക് ചെയ്ത് നോക്കാം. ബാക്ക്സ്ലാഷ് n K is equal to K by 10. ഇതാണ് രണ്ടാമത്തെ ലൂപ്പ്. എല്ലാ ലൂപ്പുകളെയും മറ്റുള്ള 2 ലൂപ്പിലേക്ക് മാറ്റി എഴുതണം. അപ്പൊ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഫോർ ലൂപ്പാണ്. ആ ഫോർ ലൂപ്പിനെ വൈലിലേക്കും ഡു വൈലിലേക്കും മാറ്റി എഴുതണം. രണ്ടാമത്തത് വൈൽ ലൂപ്പാണ്. അപ്പൊ ഈ വൈലിനെ ഡു വൈലിലേക്കും ഫോറിലേക്കും മാറ്റി എഴുതണം. ഇനി മൂന്നാമത് തരാൻ പോകുന്നത് നോക്കാം. മൂന്നാമത്തെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ എഴുതാം. A is equal to 1, B is equal to 1 semicolon while A less than or equal to 100. Okay, while A less than or equal to 100, C out double less than A double less than backslash T. Okay, A is equal to A plus B, B plus plus. A is equal to A plus B, B plus plus. ഇതാണ് മൂന്നാമത്തെ ലൂപ്പ്. ഈ 3 ലൂപ്പുകളെ മറ്റ് രണ്ടെണ്ണം ആക്കിയിട്ട്, അതോടെ ആദ്യത്തിൽ 4 ആയതുകൊണ്ട് അതിനെ എങ്ങോട്ടൊക്കെ മാറ്റണം, വൈലിലേക്കും ഡു വൈലിലേക്കും മാറ്റണം. രണ്ടാമത്തത് വൈൽ ആയതുകൊണ്ട് അതിനെ ഫോറിലേക്കും ഡു വൈലിലേക്കും മാറ്റണം. മൂന്നാമത്തത് മൂന്നാമത്തെ വൈലാണ് തന്നത് അല്ലേ, അപ്പൊ അത് മാറ്റാം. ഇനിയിപ്പോ മാറ്റണ്ട, അവിടെ നിൽക്കട്ടെ. വൈലിനെ നിങ്ങൾ ഡു വൈലിലേക്കും ഫോറിലേക്കും മാറ്റിക്കോളൂ കേട്ടോ. ഡു വൈലിലേക്കും ഫോറിലേക്കും മാറ്റിക്കോളൂ. 3 എണ്ണമാണ് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇടാം. പിന്നെ ഒറ്റ ക്വസ്റ്റ്യൻ ഇടുള്ളൂ. ഓക്കെ, 2 ഇടുമ്പോൾ കുഴപ്പമില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത് തന്നെ ചിലര് 2 കൂടി ഒന്ന് ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് 10, 20 മാർക്കിന്റെ 2 പ്രോബ്ലമാണ്. ചിലർക്ക് 10 മാർക്ക് ഇപ്പൊ കിട്ടുന്ന അവസ്ഥ ഉള്ളൂ. ഒരെണ്ണത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ 10 മാർക്ക് നമുക്ക് മാക്സിമം തരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അങ്ങനത്തെ പ്രശ്നം വരാതിരിക്കാൻ 3 കൂടി ഒറ്റ ചോദ്യമായിട്ടാണ് ഞാൻ ഇടുക. അപ്പൊ ഈ ചോദ്യം ക്ലാസ് റൂമിൽ വന്നതിന് ശേഷം നിങ്ങൾ അതിന് ആൻസർ കൊടുക്കുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ചെയ്യാം. സാറ് ഹോംവർക്ക് അതായത് ഡു ഉള്ളത് അങ്ങനെ ആണ്ടോണ്ട് മാറ്റി മാറ്റി ചെയ്യല്ലേ? അതെ അതെ അതെ. 4 ഉള്ളതാണെങ്കിൽ വൈലും ഡൂവിലേക്കും മാറ്റാം, വൈലിലാണെങ്കിൽ ഫോറിലേക്കും ഡു വൈലിലേക്കും മാറ്റാം. 3 ടൈപ്പ് ലൂപ്പാണ് നമുക്കുള്ളത്. അതിൽ ഒരെണ്ണം തന്ന ബാക്കി 2ലേക്ക് മാറ്റാം. സാർ ആ ഡൂവിന്റെയൊക്കെ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ടില്ല. ഡൂവിലേക്ക് മാറ്റാൻ തീരെയും പണിയില്ല. ഡൂവിലേക്ക് മാറ്റുന്ന ഇവിടെ ഉണ്ടല്ലോ, എക്സാമ്പിൾ ഇവിടെ കാണിച്ചല്ലോ. ഇതാ ഡൂവിലേക്ക് മാറ്റുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഇതിനെ ഡൂവിലേക്ക് മാറ്റാൻ വിചാരിക്കാം. അതിന് ഡൂവിലേക്ക് മാറ്റണമെങ്കിൽ ഇതാണ് ഇനിഷ്യലൈസേഷൻ. അത് ഏറ്റവും ആദ്യം കൊടുക്കുക. A is equal to 7, then ഡു. ഓക്കെ, ഡു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യാനുള്ള കമാൻഡ്
ഇതിനുള്ളിൽ അപ്ഡേഷൻ എ ഇസ് ഈക്വൽ ടു എ പ്ലസ് 7. എന്നിട്ട് ഇവിടെ കണ്ടീഷൻ വൈൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. അത് കഴിഞ്ഞൊരു സെമിക്കോളം വേണം, അതാണ് എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം. ഫോറിനും വൈലിനും അതേപോലെ തുടക്കത്തിൽ ആ സ്റ്റേറ്റ്മെന്റിന് സെമിക്കോളൻ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ.